മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി ബി വസീഫിൻ്റെ പര്യടനം തുടരുകയാണ്. രാവിലെ ചെറിയ കൂടിക്കാഴ്ചകളും മറ്റുമാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ റോഡ് ഷോ ആയിട്ടാണ് പര്യടനം പുരോഗമിക്കുന്നത്. നമ്മളൊപ്പം സ്ഥാനാർത്ഥി ചേരുന്നു. ഇപ്പോൾ പര്യടനം അതിൻ്റെ ആദ്യ ഘട്ടത്തിലാണല്ലോ, എങ്ങനെയുണ്ട് വിലയിരുത്തൽ? വലിയ ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത്. ഒരു വലിയ ജനപിന്തുണ ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തെ കാണുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. ഈ ടി മുഹമ്മദ് ബഷീർ അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന് ജന്മനാട്ടിൽ ഒരുപാട് കാലത്തിന് ശേഷം ആദ്യമായിട്ട് മത്സരിക്കാനുള്ള അവസരം കിട്ടി, ഈ നാട്ടുകാരനായിട്ടുള്ള പരിചിതനായ ഒരു വ്യക്തിയാണ് എന്നാണ്. അങ്ങ് കോഴിക്കോട് നിന്ന് വരുന്നല്ലോ, എങ്ങനെ കാണുന്നു ഈ ഒരു വിലയിരുത്തലിനെ? ജന്മനാട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപ്പോൾ കഴിഞ്ഞ തവണ എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക? അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. ഞാനും ഈ മണ്ഡലത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്തു നിന്ന് തന്നെയാണ് വരുന്നത്. എതിർ സ്ഥാനാർത്ഥിയോട് വീടുമായി ഒരു ചെറിയ വ്യത്യാസം മാത്രമേ എൻ്റെ വീടുമായിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു എനിക്കൊരു പരിചയമില്ലാത്ത പ്രദേശമൊന്നുമല്ല. SFI കാലത്ത് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ്റെ ചെയർമാനായിരുന്നു. അത് മലപ്പുറം ഉൾപ്പെടുന്ന പ്രദേശത്തുള്ളതാണ്. SFI ഭാരവാഹിയും DYFI ഭാരവാഹിയും ഒക്കെ ആയിട്ട് ഇവിടെയൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇതിലൊരു വേറെ പ്രയാസമൊന്നുമില്ല. പിന്നെ ഇത് ഒരു രാഷ്ട്രീയ പോരാട്ടമാണല്ലോ. ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ എൻ്റെ നിലപാടെന്താണ് എന്നുള്ളതാണ് പ്രശ്നം. അതോടൊപ്പം ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഞാനുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം. എൻ്റെ കഴിഞ്ഞകാല സംഘടനാ പ്രവർത്തനത്തിൽ ഞാൻ ജനങ്ങളുടെ കൂടെ സത്യസന്ധമായി ആത്മാർത്ഥമായി 100% നിന്നോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം. അതിലെല്ലാം എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഈ ജനങ്ങളോടൊപ്പം നിൽക്കാൻ സാധിക്കും. ഒരു കളങ്കവുമില്ലാതെ ഒരു പരിമിതിയുമില്ലാതെ ഇവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മുൻ VC അബ്ദുൽ സലാമാണ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മലപ്പുറത്ത് മത്സരിക്കുന്നത്. മുൻപ് തന്നെ നിങ്ങൾക്കെല്ലാം പരിചിതനായ ഒരാളാണല്ലോ, എങ്ങനെ കാണുന്നു? വലിയ വാശിയോടുകൂടി അബ്ദുസലാമിനെ വൈസ് ചാൻസലറാക്കി കൊണ്ടുവന്ന, അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും കൊടുത്ത UDFനെ നമുക്കറിയാം. അങ്ങനെ വാശിയോടുകൂടി പല നിലപാടുകൾക്ക് പിന്നിലും ഈ അബ്ദുസലാമിൻ്റെ പിന്നിൽ അണിനിരന്നവരാണ് UDF നേതാക്കന്മാർ. ആ UDF നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടിയാണോ ഇദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു ചാൻസലർ ഇതുപോലെ ഏറ്റവും വാശിയോടുകൂടി ഇവിടെ ഇപ്പോൾ സതീശനും സുധാകരനും പറയുന്ന അതേ നിലവാരത്തിൽ അതേ രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെയാണ് സുരേന്ദ്രൻ. ഇവരൊക്കെ ഒരേ രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറാണല്ലോ അബ്ദുസലാം, ഇപ്പോൾ ആയിരുന്നല്ലോ. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് നിയമനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. അവിടെ നിയമനം കൊടുത്തതിൽ 9 RSS പ്രതിനിധികളാണ് സെനറ്റിലേക്ക്. ആരാ നോമിനേറ്റ് ചെയ്യുന്നത്? ഈ ചാൻസലറാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ആരാ അതിൻ്റെ ഈ ചാൻസലർക്ക് ഈ പേര് വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവുക? ഈ 9 RSSകാരെ ABVPക്കാരെ നിയമിക്കുന്നതോടൊപ്പം 4 കോൺഗ്രസ്സുകാരെ നിയമിച്ചു. അതോടൊപ്പം 3 ഈ MSFൻ്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകരെ നോമിനേറ്റ് ചെയ്തു. ഇതൊരു കൂട്ടുകച്ചവടമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഇടപാടുകളാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടുകച്ചവടത്തിൽ 9:4:3 എന്ന പ്രൊപ്പോർഷനിൽ സെനറ്റ് വീതം വെച്ചവരായി ഇവർ. തൊട്ട് മുമ്പ് അബ്ദുസലാമിന് വേണ്ടി വാദിച്ചവരാണ് ഇവർ. അപ്പോൾ ഈ അബ്ദുസലാം സ്ഥാനാർത്ഥിയാകുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. നാളെ ഇപ്പോൾ ഈ ഗവർണറും ആ ഗവർണറായിട്ടുള്ള ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ എടുക്കുന്ന നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യം ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ളതാണ്. മലപ്പുറത്ത് അങ്ങനെ ഒരു UDF BJP അല്ല NDA സഖ്യം ആണെന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ആക്ഷേപിക്കുന്നില്ല. എന്തു തന്നെയായാലും ഈ പറയുന്ന UDFൽ നിന്നാണ് അബ്ദുസലാമിൻ്റെ വരവ്. അത് UDF ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. UDFനെ വിശ്വസിക്കുന്ന പാവപ്പെട്ട പ്രവർത്തകരുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഈ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞാൽ നിഷ്കളങ്കരായ പ്രവർത്തകരാണ്. അവർ ആത്മാർത്ഥമായി അവരുടെ സമ്പത്തും അവരുടെ സമയവും ഒക്കെ ഈ സംഘടനയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നവരാണ്. വലിയ രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന പ്രവാസി സുഹൃത്തുക്കളുണ്ട് മുസ്ലിം ലീഗിലൊക്കെ. അവരുടെയൊക്കെ ഒരു പിന്തുണ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എനിക്കുണ്ടാവും എന്നുള്ളത്. അവരോടൊക്കെ സഹകരിക്കുകയും ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവരോടൊക്കെ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ അവരെയൊക്കെ ചിലർ കബളിപ്പിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.
ഒരു കാര്യം കൂടി ടി ബഷീർ ഇന്ന് നമ്മളോട് സംസാരിച്ചപ്പോൾ കേന്ദ്രത്തിനെതിരായിട്ടുള്ള വികാരം മാത്രമാവില്ല, സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും എന്നാണ് പറഞ്ഞത്. പൂക്കോട്ടുള്ള സിദ്ധാർത്ഥിൻ്റെ മരണമടക്കം എന്ത് കരുതുന്നു? ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ഇതേ മണ്ഡലത്തിൽ ഒരു പെൺകുട്ടി എടവണ്ണപ്പാറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. എടവണ്ണപ്പാറയാണ്, നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മതി. ഈ പറയുന്ന വ്യക്തിയും അതിനെടുത്ത നിലപാടെന്ത്? ഏതെങ്കിലും ഒരു പോസ്റ്റോ എന്തെങ്കിലും ഒരു കണ്ണീരോ ഒരു പ്രയാസമോ ഒന്നും നമ്മൾ കണ്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ ഫേസ്ബുക്ക് പേജുകളൊക്കെ ഞാൻ നോക്കി. തൊട്ടടുത്ത പ്രദേശമാണല്ലോ. എന്താ ആ വിഷയത്തിലെ നിലപാട്? പോക്സോ കേസിൽ നിലവിൽ പ്രതിയായിരുന്ന ആളാണ്. പോക്സോ കേസിൽ ആ കേസുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഇടപാടുകൾ എന്തൊക്കെയാണ് പരിശോധിക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തേടി ഈ നാട്ടിലെ ആരെങ്കിലും ചെന്നോ? ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ ചെന്നോ? ഇതിനെക്കുറിച്ചൊന്നും ഇവർക്കൊരു പരിശോധനയില്ല. ഇവിടെ മലപ്പുറത്തെ തുവൂരിൽ, ഇതിനടുത്ത പ്രദേശമാണല്ലോ അല്ലേ രാജേഷേട്ടാ? അടുത്ത പ്രദേശം. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് സ്വന്തം വീട്ടിൽ അങ്ങ് കുഴിച്ചിടുക. ഒരാളും പ്രയാസപ്പെടുന്നില്ലല്ലോ, ഇതുപോലെ മാധ്യമ വിചാരണ നടക്കുന്നില്ലല്ലോ. ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും ഈ പറയുന്ന UDFൻ്റെയും സംസ്ഥാന നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്ന് ഇവർ പറയുന്നുണ്ടോ? പറയുന്നില്ല. തെറ്റിനെ തെറ്റായി കാണുന്നവരാ ഞങ്ങളൊക്കെ. അതിനാരെയും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. ഏത് തെറ്റ് ചെയ്തവനെയും സംരക്ഷിക്കുന്ന നിലപാടുമില്ല. പക്ഷേ ഏതെങ്കിലും വ്യക്തികൾ ചെയ്യുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് പർവ്വതീകരിച്ച് ഇതൊരു എലക്ഷൻ ആയുധമാക്കി മാറ്റാം, ഇതാ കിട്ടിപ്പോയി, ഒരായുധം കിട്ടി എന്ന കണക്ക് ഇവിടുന്ന് വണ്ടിയെടുത്ത് അവിടെ വയനാട്ടിൽ പോയി അവിടെ നിന്ന് കണ്ണീർ പൊലിക്കുന്നവരോടൊക്കെ സഹതാപം മാത്രമേ ഉള്ളൂ. അവരൊക്കെ ജനം വിലയിരുത്തും. സ്വന്തം നാട്ടിൽ ഇങ്ങനെ നടക്കുന്ന ഈ അക്രമവും ഈ പറയുന്ന കൊള്ളരുതായ്മക്കും എതിരെയൊക്കെ സംസാരിക്കാതെ ഇങ്ങനെ ഓടി നടന്നിട്ട് എന്ത് ചെയ്യാനാ? ഇതൊക്കെ കബളിപ്പിക്കാൻ ആളുകളെ കണ്ണിൽ പൊടിയിടുകയാണ്. അവിടെ ഈ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞില്ലേ, ആരാ അവരെ സംരക്ഷിക്കുന്നത്? അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഈ മാധ്യമങ്ങളുടെ ഒരു അമിത താല്പര്യം പരാജയഭീതിയാണ്. ചില മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് മുമ്പിൽ കേരളം മുട്ടുമടക്കില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നുണ്ടാകുന്ന ചിന്തയാണ് SFIയെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ SFI ഒക്കെ എത്ര ത്യാഗനിർഭരമായ പോരാട്ടം നടത്തിയ ഈ കേരളത്തിൽ വളർന്നു വന്നത്. KSU എന്ന് പറയുന്ന സംഘടന റാഗിംഗ് സംഘടനയായിരുന്നു കേരളത്തിൽ. എല്ലാ ലഹരി മാഫിയകളുടെയും കേന്ദ്രമായിരുന്നു KSU. അങ്ങനെയുള്ള KSUവിൽ നിന്ന് ക്യാമ്പസിൻ്റെ വിദ്യാർത്ഥികളുടെ പിന്തുണ ആർജിച്ച് വന്ന SFIക്ക് പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ധീരജ്, ഞാൻ പറയട്ടെ, അല്ലാതെ ഇങ്ങനെയാ പൂക്കോട്ടൂർ നടന്ന സംഭവത്തെ എന്താ ദൗർഭാഗ്യകരമായ സംഭവമാണ്, ഞങ്ങൾ അതിനെ അപലപിക്കുന്നു. അതിനെ ചൂണ്ടിക്കാണിച്ച് SFIയെ വേട്ടയാടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ശരിയല്ല. അതൊക്കെ ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് പൊതുപ്രവർത്തനമൊക്കെ നടത്തി പിന്നെ അവരുടെ പഠന കാലഘട്ടങ്ങളിലൊക്കെ ഇടപെടലുകൾ നടക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി സംഘടനകളെയൊക്കെ ഇങ്ങനെ ആക്ഷേപിക്കും, വലിയ പ്രയാസം ഉണ്ടാവും. ഞാൻ പറയട്ടെ, ധീരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നതല്ലേ? അതും ആ ക്യാമ്പസിലെ സംഘർഷമല്ല. പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസ്സുകാരൻ കടാരയുമായിട്ട് വന്ന് ഒരു മിടുക്കനായ BTech ബിരുദധാരിയെ കോൺഗ്രസ്സുകാരൻ്റെ മകനെ കുത്തിക്കൊലപ്പെടുത്തി. എത്ര ദിവസം ചർച്ച ചെയ്തു? അതിൻ്റെ ഗൂഢാലോചനയ്ക്ക് പോയില്ലെന്ന് മാത്രമല്ല, ആ പ്രതിയെ കെട്ടിപ്പിടിക്കുകയല്ലേ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ. KPCC പ്രസിഡന്റ് പറഞ്ഞത് എന്താ? എരന്ന് വാങ്ങിയ രക്തസാക്ഷിത്വം എന്നാ. ആർക്കേലും പ്രയാസം തോന്നിയോ? അതെങ്ങാനും ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായതെങ്കിൽ എന്തായിരിക്കും ഈ പറയുന്നവരുടെയൊക്കെ പ്രതികരണം? അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇവരുടെ ഉദ്ദേശം എന്ത് സംഭവിച്ചാലും നമുക്കും കിട്ടണം പണം എന്നുള്ളതാണ്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്ത് വേഷം കെട്ടാനും മടിയില്ലാത്തവരായി കേരളത്തിലെ ചില UDF നേതാക്കന്മാർ മാറിയിട്ടുണ്ട്. അവരെന്തും ചെയ്യും. അതിൻ്റെ ഒരു വലിയ രൂപമാണ് ഹിമാചലിൽ കാണുന്നത്. അവരെന്ത് ചെയ്യാണ്? രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി BJPയിലേക്ക് പോവുകയാണ്. ആ കാഴ്ചയാണ് ഇവിടെ കേരളത്തിലും കാണുന്നത്. ഇടതുപക്ഷത്തെ തകർക്കാൻ ഈ എന്തെങ്കിലും ഒരു ചെറിയ ആയുധത്തെ പോലും പർവ്വതീകരിച്ച് കാണിച്ച് അതിനെ കൊണ്ടുവന്ന് ഏകപക്ഷീയമായി ഒരു മാധ്യമ വിചാരണ നടത്തി ഇവിടെ പൊതുസമൂഹത്തിൽ വല്ലാത്ത പുകമറകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. അതൊക്കെ ജനം തിരിച്ചറിയും. പ്രതിഫലിക്കില്ല എന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത്. ഒരു തർക്കമില്ല, അതൊന്നും പ്രതിഫലിക്കാൻ പോകുന്നില്ല. ഇവരൊക്കെ ഈ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ജനം അന്വേഷിക്കൂലേ? ഈ ജനപ്രതിനിധികൾ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയിട്ട് എത്രത്തോളം ഈ പറയുന്ന പാവപ്പെട്ട മുസ്ലിം ലീഗ് പ്രവർത്തകരെ കാണാൻ ചെന്നു, അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടു, ഇതുപോലെയുള്ള പ്രതിസന്ധികളിൽ അവരോടൊപ്പം നിന്നോ, അവരുടെ വികസന കാര്യങ്ങളിൽ അവരുടെ നേതൃത്വമായോ? ഇതൊക്കെ ചർച്ച ചെയ്യൂലേ? അതൊക്കെ ചർച്ച ചെയ്യും. ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് ചർച്ച ചെയ്യും. ഈ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ നിലപാട് പ്രഖ്യാപിച്ച കേരളമാണ്. ഈ പറയുന്ന തരത്തിൽ ധ്രുവീകരണ രാഷ്ട്രീയവുമായി കേന്ദ്ര ഗവൺമെൻറ് സംഘപരിവാർ വരുന്ന സമയത്ത് പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് പ്രമേയം പാസാക്കിയ സംസ്ഥാന കേരളം.
കേരളം മാത്രമേ ഉള്ളൂ. ഏക സിവിൽ കോഡ് ഇവിടെ നടക്കില്ല, അങ്ങനെ നടക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപന കേരളത്തിന്റെ പ്രഖ്യാപനം. പ്രധാനമായിട്ടും കേന്ദ്രത്തിനെതിരായുള്ള ഈ കാര്യങ്ങൾ തന്നെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് കേന്ദ്രത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ പോരാട്ടത്തിൽ ഒരു പതർച്ചയുമില്ലാതെ, ഇതുപോലെ ഒരു പരിമിതിയുമില്ലാതെ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. വളരെ നന്ദി. കേന്ദ്രത്തിനെതിരായ വികാരം അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഇപ്പോഴുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന പ്രതീക്ഷയാണ് വസീഫ് പങ്കുവയ്ക്കുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നും CB അനുമോദ്, ന്യൂസ് 18.